കഴിഞ്ഞ ഗവൺമെൻറ് 5 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ 1,71,000 പട്ടയങ്ങൾ വിതരണം ചെയ്ത് സമീപ ഭൂതകാലത്തെ ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ചു എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ കഴിഞ്ഞ 3 പട്ടയമേളകളിലായി 1,21,604 പട്ടയങ്ങളാണ് വിതരണം ചെയ്യാൻ ഈ ഗവൺമെൻറ്റിന് രണ്ടാം പിണറായി സർക്കാരിന് സാധ്യമായതെങ്കിൽ ഇന്ന് സംസ്ഥാനത്തെ 14 ജില്ലകളിലായി വിതരണം ചെയ്യുന്ന 31,499 പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യുന്നതോടെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന 2.5 വർഷക്കാലത്തിനിടയിൽ 1,53,103 പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്തു എന്ന സന്തോഷത്തിലാണ് റവന്യൂ വകുപ്പും കേരളത്തിലെ ഗവൺമെൻറ്റും. അങ്ങനെ പറഞ്ഞാൽ സമീപ ഭൂതകാലത്ത് 2.5 വർഷക്കാലം കൊണ്ട് 1.5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തു എന്ന അപൂർവമായ ബഹുമതിക്ക് രണ്ടാം പിണറായി സർക്കാർ അർഹമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 2021 മെയ് 20 കേരളത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഓൺലൈനായി കോവിഡ് മൂലം അവിടെ വരാൻ കഴിയാതെ ഓൺലൈനായി ചടങ്ങുകൾ കണ്ടിരിക്കുമ്പോൾ ആര് കേരളത്തിൻ്റെ മന്ത്രിമാരായതുകൊണ്ട് എനിക്കെന്ത് കാര്യം, ദൈവമേ 6 അടി മണ്ണിനുടമയായില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തിരുന്ന 10,000 10,000 1,53,103 കുടുംബങ്ങളാണ് ഇന്ന് ഭൂമിയുടെ അവകാശികളായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാറിക്കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഏറെ അഭിമാനകരമായ വസ്തുതകളിലൊന്നാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്ന സങ്കല്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രഖ്യാപിത നയം പോലെ പൂർത്തിയാക്കാൻ കഴിയുന്ന നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. കേരളത്തിന് ഭൂമി ലഭ്യമല്ലാത്ത, കുടിയിറക്ക് നിരന്തരമായ സംവിധാനമായിരുന്ന, ജനിച്ച മണ്ണിൽ മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാൻ അധികാരമില്ലാത്ത ഒരു ഭൂതകാലം കേരളത്തിലെ ചരിത്രത്തിലെ ഭ്രാന്താലയത്തിലുണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 1987 കേരളത്തിൽ അധികാരത്തിൽ വന്ന EMSൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഗവൺമെൻറ് കാലം മുതൽ ആരംഭിച്ച് കേരളത്തിൽ അഭിമാനപൂർവ്വം അവതരിപ്പിക്കാൻ കഴിയുന്ന ഭൂപരിഷ്കരണ നിയമം, അതിൻ്റെ അവസാനത്തെ ചട്ടങ്ങളും അച്യുതമേനോൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒപ്പിട്ട് ഭൂപരിഷ്കരണ നിയമം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു. ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ ഒരുപാട് പേർക്ക് ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ അനുവാദം നൽകി എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം കേരളം ഒരു പട്ടയ മിഷനിലേക്ക് പോയ കാലമാണ്. കേരളത്തിലെ പട്ടയ മിഷൻ്റെ അടിസ്ഥാനപരമായ വിവരശേഖരണ സമിതികൾ 2ആണ്. ഒന്ന്, എല്ലാ മാസത്തെയും 3-ാമത്തെ വെള്ളിയാഴ്ച 3 മണിക്ക് ചേരുന്ന വില്ലേജ് തല ജനകീയ സമിതികൾ. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്ന MLA-മാർ അധ്യക്ഷന്മാരായിട്ടുള്ള പട്ടയ അസംബ്ലികൾ. ഈ 2ലും ഉയർന്നു വരുന്ന പട്ടയ പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തോടെ പട്ടയ മിഷൻ്റെ ഭാഗമായി എടുക്കും. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും പട്ടയ മിഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി തഹസിൽദാരിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ നോഡൽ ഓഫീസറായി നിയമിക്കപ്പെട്ടു. കേരളത്തിലെ പട്ടയ അസംബ്ലികളിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളും വില്ലേജ് തല ജനകീയ സമിതികൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങളും താലൂക്ക് ജില്ലാതല ദൗത്യ സംഘങ്ങൾക്ക് പരിഹരിക്കാനാകുന്നതാണെങ്കിൽ അവിടെ പരിഹരിക്കും. അതല്ല, അതിനേക്കാൾ മുകളിലാണെങ്കിൽ പട്ടയ ഡാഷ്ബോർഡിൽ അത് ഉൾപ്പെടുത്തി നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സംസ്ഥാന മിഷന് കൈമാറി ലാൻഡ് റവന്യൂ കമ്മീഷണർ നേതൃത്വത്തിലുള്ള പട്ടയത്തിൻ്റെ സംസ്ഥാനതല ദൗത്യ സംഘം ആ പ്രവർത്തനങ്ങൾ നിർവഹിക്കും. എല്ലാ 3 മാസത്തിലും ഒരിക്കൽ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് പട്ടയ ഡാഷ്ബോർഡിൻ്റെ അദാലത്തുകൾ നടത്തും. കേരളത്തിലെ വിവിധങ്ങളായ വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമികൾ, റോഡ് പുറംപോക്കിൽ അർഹതപ്പെട്ടവ, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വെസ്റ്റ് ചെയ്യപ്പെട്ട കോളനികൾ, കുളങ്ങൾ, തോടുകൾ, പുഴകൾ, കന്നുകാലി മേച്ചിൽപ്പുറങ്ങൾ, കളിസ്ഥലങ്ങൾ, ഇങ്ങനെ തുടങ്ങിയവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഡിവെസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഡാം സേഫ്റ്റി അതോറിറ്റി നൽകേണ്ടതാണ്. ഇടുക്കിയിലെ 10 ചെയിനും 3 ചെയിനും 7 ചെയിനും ഉൾപ്പെടെയുള്ളിടത്ത് അനുവാദം. വിവിധ കനാലുകളുടെ തീരത്ത് ഇറിഗേഷൻ വകുപ്പിൻ്റെ അനുവാദത്തോടെ കൊടുക്കാൻ കഴിയുന്ന പട്ടയങ്ങളുടെ ലിസ്റ്റുമുണ്ട്. ഇതിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ചെയർമാനായി 7ഓളം വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരടങ്ങുന്ന സംസ്ഥാനതല നിരീക്ഷണ സമിതി കൂടി പ്രവർത്തനക്ഷമമാകുമ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യപൂർത്തീകരണത്തിന് ഈ ഗവൺമെൻറ്റിന് സാധ്യമാകും എന്ന പ്രതീക്ഷയോടെയാണ് നാം മുന്നോട്ട് പോകുന്നത്.
കേരളത്തിൽ 2-3 പുതിയ നടപടികൾ കൂടി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തെടുത്തു. 78 താലൂക്ക് ലാൻഡ് ബോർഡുകൾ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ചട്ടം 100 പ്രകാരം പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ. 1362 മിച്ചഭൂമി കേസുകൾ. സാധാരണ നിലയിൽ ആ കേസുകളുടെ ചെയർമാൻമാരായിട്ടുള്ള താലൂക്ക് ലാൻഡ് ബോർഡ് പല ചുമതലകൾ വഹിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർമാരുടെ നിയന്ത്രണത്തിലായിരിക്കും. എന്നാൽ സോണൽ ബോർഡുകൾ സ്ഥാപിച്ച് 4 സോണലുകളായി കേരളത്തിൽ 78 താലൂക്കുകളെ തിരിച്ചപ്പോൾ 1 വർഷക്കാലം കൊണ്ട് 101 കേസുകളിൽ തീരുമാനമെടുത്ത് 1168 ഹെക്ടർ ഭൂമി ഇതിനകം കേരളത്തിലെ ഗവൺമെൻറ്റിന് സജ്ജമാക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനബോധവും നമുക്കുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്ന അഭിമാനകരമായ അവസരത്തിന് നമ്മുടെ രാജ്യത്തെ പട്ടയ മിഷൻ്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ രൂപീകരിക്കപ്പെട്ട ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കപ്പെടുകയാണ്. 72 വില്ലേജുകളിൽ ഇതിനകം 9-2 പബ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞു. ആദ്യഘട്ടങ്ങളിൽ 15 വില്ലേജുകൾ ഇൻ്റഗ്രേറ്റഡ് പോർട്ടലായി പ്രഖ്യാപിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ആലപ്പാട് വില്ലേജും അതുപോലെ തന്നെ താന്യം പഞ്ചായത്തിലെ കിഴക്കുമുറി വില്ലേജും ഈ കേരളത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെടുന്ന 15 ഇൻ്റഗ്രേറ്റഡ് വില്ലേജുകളുടെ ഭാഗമായി മാറാൻ പോകുന്ന വളരെ അഭിമാനകരമായ ചടങ്ങിനും നാം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വിധത്തിൽ ഇൻ്റഗ്രേറ്റഡ് പോർട്ടലിലൂടെ ഡിജിറ്റൽ റീസർവേയോടെ പട്ടയത്തിന് യഥാർത്ഥ അവകാശികളെ കണ്ടെത്തുകയും എല്ലാ ഭൂമിക്കും രേഖ ലഭ്യമാക്കുകയും ചെയ്യുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള നിമിഷത്തിലേക്ക് കേരളം നടന്നു പോവുകയാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ ഈ അവസരത്തിൽ സന്തോഷമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വെച്ചൊരു പ്രഖ്യാപനം കൂടി നടത്തേണ്ടതുണ്ട്. മലയോര പട്ടയം വിതരണം ചെയ്യാൻ സാധാരണ പട്ടയത്തിൻ്റെ ചട്ടങ്ങളല്ല. 1977 മുമ്പ് ഭൂമി കുടിയേറി പാർത്തവർക്ക് പട്ടയം നൽകാൻ സാധാരണ നിലയിൽ വനം വകുപ്പും റവന്യൂ വകുപ്പും തമ്മിൽ നടത്തുന്ന ജോയിൻറ്റ് വെരിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ 93 ചട്ടപ്പറയും പ്രകാരം JVR നടന്ന് അവിടെ ഫോം നമ്പർ 2 അപേക്ഷകൾ സ്വീകരിച്ച് അത് പ്രത്യേക ബൗണ്ടറികൾ സർവേ നടത്തി തയ്യാറാക്കി ടോപ്പോ ഷീറ്റിലേക്ക് മാറ്റി പരിവേഷ് പോർട്ടൽ എൻ്റർ ചെയ്തുകൊണ്ടാണ് കുടിയേറിയ 1977 മുമ്പ് ഭൂമി കുടിയേറിയ മലയോര മേഖലയിലെ മനുഷ്യർക്ക് പട്ടയം കൊടുക്കാനുള്ള നിശ്ചയമുണ്ടാകുന്നത്. എന്നാൽ കഴിഞ്ഞ 30 കൊല്ലമായി പുതിയ അപേക്ഷകളും പുതിയ JVRും സാധ്യമാകുന്നില്ല. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഞങ്ങളുടെ യോഗം വിളിച്ചു, റവന്യൂ വനം വകുപ്പ് മന്ത്രിമാരുടെ യോഗം വിളിച്ചു. മലയോര പട്ടയ വിതരണം ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രംഗത്തൊരു സ്റ്റെപ്പ് വയ്ക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. 77 മുമ്പ് ഭൂമി കുടിയേറി പാർത്തവരാണെങ്കിലും തലമുറകൾ കൈമാറി കിട്ടിയവരുണ്ടാകും. പലർക്കും ഭൂമിക്ക് രേഖയുണ്ടാകില്ല. ചിലർ അപേക്ഷ കൊടുക്കാൻ തന്നെ വിട്ടുപോയിട്ടുണ്ട്. ചിലർ സെയിൽ ഡീഡ് പ്രകാരം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിന് പട്ടയം ഉണ്ടാകില്ല. അവർക്ക് വീണ്ടും അപേക്ഷ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെ അവർക്ക് പട്ടയം കൊടുക്കും? 3 പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു. അതിലൊന്ന്, ഇതിനകം തന്നെ സെൻട്രൽ പതിവിൻ്റെ ഭാഗമായി കേരളത്തിന് ലഭ്യമായിട്ടുള്ള ഭൂമികൾ JVRൻ്റെ കോപ്പിയില്ലെങ്കിൽ പോലും ആ രേഖകൾ പരിശോധിച്ച് അവർ തന്നെയാണ് ഈ പട്ടയാവകാശികൾ എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം കൊടുക്കുക. അതൊരു നല്ല ശതമാനം കൊടുത്തു തീർത്തു. 2011-നും 2016-നും ഇടയിലുള്ള ഗവൺമെൻറ് തൃശ്ശൂർ ജില്ലയിൽ കൊടുത്തത് കേവലം 77 പട്ടയങ്ങളാണ് 5 വർഷക്കാലം കൊണ്ടെങ്കിൽ 7.5 വർഷക്കാലത്തിനിടയിൽ ഈ തൃശ്ശൂർ ജില്ലയിൽ 2 പിണറായി സർക്കാരുകൾ 2487 വനഭൂമി പട്ടയങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ രംഗത്ത് എത്രമാത്രം ഗൗരവത്തോടെ ഈ ഗവൺമെൻറ് ഇടപെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി JVR നടത്തി ടോപ്പോ ഷീറ്റിലേക്ക് പകർത്തി പരിവേഷ് പോർട്ടൽ എൻ്റർ ചെയ്യേണ്ട പട്ടയങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ ആ വിധത്തിൽ കൊടുത്ത അപേക്ഷകൾ തിരിച്ചു വന്ന് അതിർത്തികൾ അടയാളപ്പെടുത്തി ടോപ്പോ ഷീറ്റിലേക്ക് മാറ്റി പരിവേഷ് പോർട്ടൽ എൻ്റർ ചെയ്യേണ്ട 4632 അപേക്ഷകൾ ഉണ്ടായിരുന്നു. ആ 4632 അപേക്ഷകളിൽ 4050 അപേക്ഷകളും 4550 അപേക്ഷകളും രേഖകൾ തയ്യാറാക്കി ടോപ്പോ ഷീറ്റിലേക്ക് പകർത്തി ഈ സമയം നാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പട്ടയമേള നടത്തുന്ന അതേ ദിവസം തന്നെ ഫെബ്രുവരി 22-ാം തീയതി തന്നെ 4550 പട്ടയങ്ങളും പരിവേഷ് പോർട്ടൽ എൻ്റർ ചെയ്യുക എന്ന കടമയിലേക്ക് ഈ തൃശ്ശൂർ ജില്ല കടന്നു കഴിഞ്ഞു. അത് ഏറെ താമസിയാതെ അനുവാദം മേടിച്ച് നമുക്ക് തിരിച്ചു കൊടുക്കാനാകും. പത്തനംതിട്ട ജില്ലയിൽ 6000-ലേറെ പട്ടങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു രേഖകൾ മാത്രം ഹാജരാക്കിയാൽ കൊടുക്കാം എന്ന് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചു. ഞാൻ പറയാൻ പോയ കാര്യം,
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 7-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ്റുമായി ഞാനും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 977 മുമ്പ് പട്ടയം ലഭ്യമാകാൻ അവകാശമുള്ള ഭൂമി കൈവശം വെച്ച ആളുകളിൽ ഇനിയും അർഹതപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക ജോയിന്റ് വെരിഫിക്കേഷനും പ്രത്യേക അപേക്ഷയും സ്വീകരിക്കാനുള്ള അനുവാദം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭ്യമായി എന്ന ചരിത്രപരമായ സന്തോഷം ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു വിവരശേഖരണം നടത്തണം. ആ വിവരശേഖരണം ആർക്കെല്ലാം ഇനി ഇത്തരത്തിലുള്ള അപേക്ഷകൾ കൊടുക്കാൻ ബാക്കിയുണ്ട്, അവരുടെ JVR കഴിഞ്ഞിട്ടുണ്ടോ, 77 മുമ്പ് അവർ ഭൂമി സ്വന്തമാക്കി എന്നുള്ളതിൻ്റെ രേഖകളുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ ഒരു വിവരശേഖരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ 2024 മാർച്ച് 1 മുതൽ 15 വരെ ഉള്ള ദിവസങ്ങളായി കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലയിലെ എല്ലാ വില്ലേജുകളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകമായി തയ്യാറാക്കിയ അപേക്ഷയിൽ ഇനിയും അപേക്ഷ കൊടുത്തിട്ടില്ലാത്ത അതിൻ്റെ വിവരം ലഭ്യമാക്കേണ്ട മുഴുവൻ മലയോര കർഷകർക്കും അപേക്ഷ കൊടുക്കാനുള്ള അവസരം റവന്യൂ വകുപ്പ് സാധ്യമാക്കുകയാണ് എന്ന കാര്യം ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വില്ലേജുകളിൽ ലഭ്യമാകുന്ന അപേക്ഷകൾ പ്രത്യേക ഡാറ്റ ഡാറ്റ ഓപ്പറേറ്റർമാരെ വെച്ചുകൊണ്ട് അത് പ്രത്യേകമായി എൻ്റർ ചെയ്ത് അക്കാര്യത്തിൽ പിന്നീട് JVR നടത്താനും തുടർന്ന് രേഖാമൂലമുള്ള അപേക്ഷകൾ സ്വീകരിക്കാനും ഗവൺമെൻറ് തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 1,53,103 എന്ന നമ്പറിലേക്ക് കേരളം എത്തിച്ചേരുന്ന അപൂർവമായ ഈ നിമിഷത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പട്ടയം കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിമാരുൾപ്പെടെ തയ്യാറായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേവലം കൈവശക്കാർക്ക് വേണ്ടി മാത്രമല്ല, ചൂണ്ടിക്കാണിക്കാൻ ഒരു കൈവശ രേഖ പോലുമില്ലാത്ത ഭൂരഹിതരായ മുഴുവൻ മനുഷ്യർക്കും പട്ടയം കൊടുക്കണം എന്ന ലക്ഷ്യത്തോടെ ഞങ്ങളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറയാം. കേരളത്തെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ഒരു സ്വതന്ത്ര ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഫെഡറലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്തിനകത്ത് കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ പോലും 3.5 കോടി വരുന്ന മലയാളിയുടെ അവകാശങ്ങളെ നിഷേധിക്കാൻ കേരളത്തിന് അർഹതമായത് ലഭിക്കാതെ കേരളത്തെ കഴുത്തു പിടിച്ച് ഞെരിക്കാൻ എത്ര ശ്രമം നടത്തിയാലും എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും എന്ന ചിന്തയിൽ നിന്ന് അരയടി പോലും കേരളത്തിലെ ഗവൺമെന്റ് പുറകോട്ട് പോകില്ല എന്ന് ഇച്ഛാശക്തിയോടെ കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, ലോകമലയാളത്തിന്റെ അഭിമാനമായ ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവ്വം സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു.